അനന്തപുരിയിലെ ഓണം വാരാഘോഷം കൊടിയിറങ്ങുകയാണ്. സമാപന ഘോഷയാത്ര പുരോഗമിക്കുന്നുണ്ട്. അവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്ക് കണ്ടു തന്നെ പോകാം, ആസ്വദിക്കാം. ആഘോഷ തിമിർപ്പിലാണ് ഇപ്പോഴും. ഓണം കടന്നു പോവുകയാണ് എങ്കിൽ പോലും, അവസാന നിമിഷമാണെങ്കിൽ പോലും സന്തോഷത്തിലാണ്. അടുത്ത വർഷം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓണം ആഘോഷങ്ങളെല്ലാം തന്നെ സമാപിക്കുകയാണ്. അനന്തകൃഷ്ണനിലേക്ക് നമുക്ക് പോകാം. അനന്തൻ, 6:30 കഴിഞ്ഞിരിക്കുന്ന സമയം. ഇപ്പോൾ ഒന്നുകൂടി കളറാണല്ലേ, ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയതോടുകൂടി. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വർണ്ണാഭമാണ് ഇവിടുത്തെ അന്തരീക്ഷം. എനിക്ക് പിന്നിൽ കാണുന്നില്ലേ, എനിക്കിതാ ഇത് കനകക്കുന്നിന് മുന്നിലൂടെയുള്ള റോഡാണ്. ഇവിടെ എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെ നിൽക്കാൻ. നിന്നിട്ടും കൊതി തീരുന്നില്ല, ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. അത്രത്തോളം മനോഹരമാണ് ഈ വീതി എമ്പാടും. ഇത് ഇങ്ങനെ ഇവിടെ മാത്രമല്ല, ഇതങ്ങ് കിഴക്കേക്കോട്ട വരെ ഓരോ സർക്കാർ കെട്ടിടവും സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. കനകക്കുന്ന് പ്രത്യേകിച്ചും മ്യൂസിയം പ്രത്യേകിച്ചും അത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗലോകം പോലെ ആണ് തോന്നുക. ആൾക്കാർക്കൊന്നും ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനേ തോന്നുന്നില്ല. കാരണം കുട്ടികളൊക്കെ മൊബൈൽ ഫോണുമായിട്ട് നിന്ന് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുത്തിട്ടും അവർക്ക് മതിയാകുന്നില്ല. അതിനും രസം ഒരുപാട് ഈ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച ബലൂണുകളും അതുപോലെ കണ്ടില്ലേ, പലതരത്തിലുള്ള ഇങ്ങനെ തിളങ്ങുന്ന കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇത്തരം കച്ചവടക്കാരുമുണ്ട്. ഇവരെല്ലാം ഈ കുട്ടികളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഇതെല്ലാം വാങ്ങിക്കാൻ കുട്ടികൾ, ഇതായത് ബാഹുബലിയുടെ വാളാണ്. പിന്നെ ഇതൊക്കെ പണ്ടേ ഉള്ള സാധനമാണ്, ഈ ലൈറ്റ് കത്തുന്ന ഈ അമീബ പോലത്തെ പണ്ടൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ ഈ ഊത്തും ബലൂണും കളറും ഒക്കെ കാണിച്ച് കുട്ടികളെ കൂടി ആകർഷിക്കുന്നുണ്ട്. ഇതാണ് ആഘോഷം ശരിക്കും. പൂജ, ഈ ഓണത്തിൻ്റെ ആഘോഷം കൊട്ടിയിറങ്ങുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങ് പോലെ പല വീടുകളിലും അതിഥികളായെത്തിയവർ, വീടുകളിലേക്കല്ലാതെ ഈ നഗരത്തിലേക്ക് അതിഥികളായെത്തിയവർ, ഇവരെല്ലാം ഉപചാരം ചൊല്ലി പിരിയുകയാണ്. ഇനിയും കാണാം, നമുക്കിതുപോലെ ഒന്നിച്ചുകൂടി ആനന്ദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പിരിയുകയാണ്. പക്ഷേ ഘോഷയാത്ര ഇപ്പോഴും കിഴക്കേക്കോട്ടയിൽ എത്തിച്ചേർന്ന് കാണില്ല. അത്രയേറെ ഇത്തവണ ദൃശ്യ വിരുന്നൊരുക്കിയാണ് ആ ഘോഷയാത്ര കടന്നു പോകുന്നത്. അത് കാണാൻ പറ്റാത്തവർ, നേരത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഓടി വന്നിട്ട് ഘോഷയാത്ര പോയി കഴിഞ്ഞോ, എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ചോദിച്ചു വന്നു. അവർ ഈ തിരുവനന്തപുരംകാർ അല്ല, അവർ മറ്റേതോ സ്ഥലത്ത് നിന്ന് വന്നവരാണ്. അവരിവിടെ ഈ വെള്ളയമ്പലത്ത് എത്തുമ്പോഴേക്കും ഘോഷയാത്ര കടന്നു പോയിരുന്നു. അതുകൊണ്ട് അത് ബാക്കി അത് തീരുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി അവർ ഓടിപ്പോയിരിക്കുകയാണ്. ഇത് പിന്നെയും ആൾക്കാർ വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് ഈ കനകക്കുന്ന് ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അല്പസമയത്തിന് കനകക്കുന്നിൽ കലാപരിപാടികളുണ്ട്. അതിനെക്കാട്ടും ഒക്കെ രസം ആ കനകക്കുന്നിലെ ഓണം മേള, അതിനുള്ളിലൂടെ നടന്നു പോകാനാണ്. അത് എത്ര നടന്നാലും മതിവരില്ല. ഈ രാത്രി ഇനിയിപ്പോൾ ഇതിങ്ങനെ ജനനിബിഡമായി ഏതാണ്ട് അർദ്ധരാത്രി വരെ തുടരും. 11 മണിയൊക്കെ ആകുമ്പോൾ പോലീസ് ഇടപെട്ടിട്ടാണ് ആൾക്കാരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ മതിമറന്ന് നിൽക്കുന്നവരാണ് ഇവിടെ വന്നവർ. ഇത്തവണ കാലാവസ്ഥയും അടിപൊളിയായിരുന്നു. നല്ല കാലാവസ്ഥ, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പകൽ ഈ സന്ധ്യയും അടിപൊളി. ഒരു തരത്തിലുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ പൊടിമഴയൊക്കെ പെയ്ത് എല്ലാവരെയും ഒന്ന് നനയിച്ചൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇത്തവണ അതും ഉണ്ടായില്ല. നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് എത്രയും സന്തോഷിക്കാവുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇത്തവണയുള്ളത്. അത് കണ്ടില്ലേ, വെള്ളയമ്പലത്തേക്കൊക്കെ നോക്കുമ്പോൾ അതിമനോഹരമാണ്. ഈ വർണ്ണങ്ങൾ, കളർ ബൾബുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ഈ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ. അത് കണ്ടിട്ടും മതിവരാത്തവരാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ. ഇനി ഏതായാലും ഇതിലും കങ്കേമമാകണം അടുത്ത വർഷം ഓണം. ഇത്തവണ എല്ലാം അടുത്തടുത്താണ് വന്നത്. തൃശ്ശൂരിലെ പുലികളി, ഒരേ ദിവസം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷത്തിൻ്റെ സമാപന ഘോഷയാത്രയും ഒരുമിച്ച് ഒരേ ദിവസം വന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ പുലികളി വന്നു. അപ്പോൾ മലയാളികളുടെ ഇത്തവണത്തെ ഓണം ആഘോഷ സമൃദ്ധമായിരുന്നു. ഓണസദ്യ പോലെ തന്നെ അടുത്ത വർഷവും. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? അടിപൊളിയായിരുന്നോ? ഘോഷയാത്ര കണ്ടോ? എവിടെ നിന്നാണ് കണ്ടത്? അങ്ങോട്ട് നോക്ക്, അതാണ് ക്യാമറ. എല്ലാവരും കാണട്ടെ മാതൃഭൂമി ന്യൂസിലൂടെ. എന്താ പേരെന്താ? എവിടുന്നാ വരുന്നേ? എവിടെ? ഈഴക്കോട് എന്ന് പറയുന്നത് ഒറ്റ. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലയിൽ നിന്നൊക്കെ വന്നവരാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? ഏതാ ഇഷ്ടപ്പെട്ട ഫ്ലോട്ട്? ഏതാ? മ്യൂസിയം ആണോ കാണാൻ ഇഷ്ടം? ഈ ഘോഷയാത്ര കണ്ടോ? അതിലേതാ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതായിരുന്നു? ഡാൻസ് ഒക്കെയാ. ഇവരൊക്കെ ഘോഷയാത്ര കാണാൻ വേണ്ടി തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. എല്ലാ കൊല്ലവും വരുന്നവരാണ്. കുട്ടികളാണ്. അവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരിനി മ്യൂസിയം കാണാൻ വേണ്ടി പോവാണല്ലേ, ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോവാം. വീഡിയോ ഒക്കെ എടുത്തോ? ഫോട്ടോ ഒക്കെ എടുത്തോ? അടിപൊളി ഫോട്ടോയാണ്. ഫേസ്ബുക്കിലൊക്കെ ഇട്ടോ? അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അടിപൊളിയാക്കാനുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് അവരിങ്ങനെ പോവുകയാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ സകുടുംബം
സുഹൃത്തുക്കളായിട്ട് നമുക്കറിയാവുന്നവരൊക്കെയാണ് ആ പോയത്. അവരൊക്കെ നമുക്ക് ടാറ്റയൊക്കെ കാണിച്ച് പോവുകയാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. നമുക്ക് പരിചയമുള്ള നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളാണ്. ഒരുപാട് സുഹൃത്തുക്കൾ കൈ കാണിച്ച് പോകുന്നുണ്ട് പൂജ. ഏതായാലും അടിപൊളിയാണ് ഇത്തവണ. മുൻപത്തേക്കാൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരു വലിയ ദുരന്തം നമ്മുടെ നാടിനെ എന്നതിൽ യാതൊരു സംശയമില്ല. ഈ അനന്ത നിൽക്കുന്ന കനകക്കുന്നിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഘോഷയാത്ര കടന്നുപോയിട്ട് എത്രയോ നേരമായി, എന്നിട്ടും അവിടുത്തെ തിരക്ക് കുറയാത്തതിന്റെ കാരണം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. കനകക്കുന്നിന് മുന്നിലൊക്കെ എത്തിയാൽ ഈ ഒരു സമയത്തൊക്കെ, ഓണ സമയത്തൊക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ മറ്റേതോ മനോഹരമായൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. അവിടുന്ന് തിരിച്ചു പോകാനേ തോന്നില്ല.